ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ന് ചെറിയ പെരുന്നാൾ. നമസ്കാരത്തിനായി പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുകൂടി വിശ്വാസികൾ. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ ഒത്തുകൂടും. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ ഇടങ്ങളിലെ ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. തക്ബീർ ധ്വനികളാൽ മുഖരിതമാണ് പള്ളികൾ. കോൺഗ്രസ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കെ സുധാകരനും അടൂർ പ്രകാശിനും ദീപ്തി മേരി വർഗീസിനും സീറ്റില്ല. പേരുകൾ ഇങ്ങനെ. ഏറെ കാത്തിരിപ്പുകൾക്കും സസ്പെൻസുകൾക്കും പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള സൂചനകൾക്കും ഒടുവിൽ കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കെ സുധാകരന്റെ വാശിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങിയില്ലെന്നതാണ് പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരന് സീറ്റില്ല. പകരം കണ്ണൂരിൽ ടി.ഒ. മോഹനനാണ് മത്സരിക്കുക. കൂടാതെ അടൂർ പ്രകാശ്, എൽദോസ് കുന്നപ്പള്ളി, അലോഷ്യസ് സേവ്യർ, ദീപ്തി മേരി വർഗീസ്, പാലോട് രവി തുടങ്ങിയവരുടെ പേരുകളും രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല. 37 പേരുകളാണ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉള്ളത്. അവസാനം വരെ പ്രതീക്ഷയുണ്ടായിരുന്നു. മുൻപേ പറഞ്ഞിരുന്നുവെങ്കിൽ സ്വയം മാറി നിന്നേനെ എൽദോസ് കുന്നപ്പള്ളി. കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേരില്ലാത്തതിൽ വൈകാരിക പ്രതികരണവുമായി എൽദോസ് കുന്നപ്പള്ളി. താൻ അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും ആദ്യമേ തന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ മാറി നിൽക്കുവാൻ താൻ സന്നദ്ധനായിരുന്നുവെന്നും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. MLA-മാർക്കെല്ലാം സീറ്റുണ്ടെന്ന് തനിക്ക് വാക്ക് ലഭിച്ചതാണ്. അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ താൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പ്രവർത്തകരുടെ ഉൾപ്പെടെ വികാരം തനിക്ക് അനുകൂലമായിരുന്നിട്ടും അതിനെ പാർട്ടി മാനിക്കാത്തതിൽ നിരാശയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മറ്റ് പാർട്ടിക്കാർ സമീപിച്ചെങ്കിൽ പോലും അത്തരമൊരു തീരുമാനത്തിലേക്കും താൻ കടക്കില്ലെന്നും എൽദോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. MP-മാർ മത്സരിക്കേണ്ടെന്ന നിലപാടിൽ നിന്നും പാർട്ടി തരിമ്പു മാറിയില്ല. കടന്നുപോയത് കണ്ണൂർ രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു ദിവസം. കണ്ണൂർ രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു പകലാണ് കടന്നുപോയത്. കണ്ണൂർ സീറ്റിൽ നിന്നും കെ സുധാകരനെ മാറ്റിയെന്ന വാർത്തയിൽ തുടങ്ങിയ അങ്കലാപ്പ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിലും ആവേശക്കടലിളക്കത്തിലുമാണ് സാക്ഷ്യം വഹിച്ചത്. ഒടുവിൽ പാർട്ടിക്ക് വഴങ്ങുവാൻ തീരുമാനിച്ചുവെന്ന് കെ സുധാകരൻ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് ഒരു പകൽ നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്ക് അന്ത്യമായത്. ഒടുവിൽ കോൺഗ്രസിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കെ സുധാകരന്റെ പേര് ഇല്ലാതിരിക്കുകയും പകരം ടി.ഒ. മോഹനന്റെ പേര് ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. CPIM വഴങ്ങി. വി അബ്ദുറഹ്മാൻ തിരൂരിൽ LDF സ്ഥാനാർത്ഥി. മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. താനൂർ മണ്ഡലത്തിൽ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും അബ്ദുറഹ്മാന്റെ ആവശ്യം പരിഗണിച്ച് തിരൂർ സീറ്റ് നൽകുകയാണെന്നാണ് വിവരം. താനൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം പ്രചരണത്തിനിറങ്ങുന്നത് ഏറെ ചർച്ചയായിരുന്നു. ഇതിനുശേഷമാണ് ഇതിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. കോട്ടക്കലിൽ കെ പ്രീതിയാകും സ്ഥാനാർത്ഥിയെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടിയിൽ ഡോക്ടർ പി ജിജിയാകും സ്ഥാനാർത്ഥി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മാർച്ച് 2-ന് ഇസ്രായേൽ തുടങ്ങിയ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടത് 1000 പേർ. കൊല്ലപ്പെട്ടവരിൽ 118 കുട്ടികൾ. ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ ലെബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. മാർച്ച് 2 മുതൽ തുടങ്ങിയ ആക്രമണത്തിൽ 2584 പേർക്ക് പരിക്കേറ്റെന്നുമാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം 33 പേർക്ക് ജീവൻ നഷ്ടമായി. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മാർച്ച് 2-ന് ഇസ്രായേൽ ലെബനോണിൽ ആക്രമണം ആരംഭിച്ചത്. മരിച്ചവരിൽ 79 സ്ത്രീകളും 118 കുട്ടികളും ഉൾപ്പെട്ടതായും ലെബനോൺ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. രാജ്യത്തെ 40ഓളം ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. 1 മില്യണിലേറെ ആളുകൾക്ക് സ്വന്തം താമസ സ്ഥലം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് മാറേണ്ടതായി വന്നു. നിരവധി കെട്ടിടങ്ങളും നിരവധി മനുഷ്യരുടെ സമ്പാദ്യങ്ങളും ഓഫീസുകളും തകർന്നു. തെക്കൻ ലെബനനിൽ ഇപ്പോഴും വ്യാപകമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. വഴങ്ങാതെ ഹൈക്കമാൻഡ്. കെ സുധാകരന് സീറ്റില്ല. കെ സുധാകരന്റെ വാശിക്ക് മുന്നിൽ വഴങ്ങാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെ സുധാകരന് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സീറ്റ് നൽകില്ല.
കെ സുധാകരൻ ഇന്ന് തന്നെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങും എന്നാണ് വിവരം. കെ സുധാകരന്റെ നിർണായക വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിൽ നടക്കും. പാർട്ടി വിടുമെന്ന കെ സുധാകരന്റെ ഭീഷണിക്ക് മുൻപിൽ കോൺഗ്രസ് നേതൃത്വം വഴങ്ങി എന്നായിരുന്നു മുൻപ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എംപിമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ സുധാകരന് മാത്രം ഇളവ് നൽകുവാനാണ് നേതൃത്വത്തിന്റെ നീക്കമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. സുധാകരൻ മാധ്യമങ്ങളെ കണ്ട് നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെ എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും നടത്തിയ നീക്കമാണ് കോൺഗ്രസിലെ വലിയ പൊട്ടിത്തെറി ഒഴിവാക്കിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇതിനിടെയാണ് ഹൈക്കമാൻഡിന്റെ ഈ വളരെ പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.